അപ്പം ഇത് അടുത്ത ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ. വർണ്ണ സിസ്റ്റം അത് രണ്ട് രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏർലി വേദിക് പീരീഡിലെ വർണ്ണ സിസ്റ്റവും ലേറ്റർ വേദിക് പീരീഡിലെ വർണ്ണ സിസ്റ്റവും. ഓക്കെ, അപ്പം ഈ സമയത്ത് എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ യാഗാസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. യാഗാസ് ഇവിടെ കുറച്ച് സിമ്പിൾ ആയിരുന്നു. ഇവിടേക്ക് എത്തിയപ്പോൾ യാഗാസ് എന്തായി? സാക്രിഫൈസ് ആണല്ലോ യാഗാസ്. യാഗാസ് എന്തായി മാറുകയാണ്? കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 6th സെഞ്ചുറി BCE ഒക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ, ആൾക്കാർ മാറി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. അവർക്ക് അവരുടെ ഐഡിയാസിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, സോ എന്താണ് പറയേണ്ടത്? ബൈ 6th century a socio-economic system based on agriculture and cattle had emerged in Ganga Basin. ഗംഗാ ബേസിനിൽ എന്താണ് എമർജ് ചെയ്തത്? ഗംഗാ ബേസിനിൽ ഒരു സോഷ്യോ എക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ എമർജ് ചെയ്യുകയാണ്. അതായത് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി, വെറുതെ ഈ ആകാശ് സാക്രിഫൈസിലൂടെ ഒരുപാട് അനിമൽസിനെ എന്ത് ചെയ്യാൻ തുടങ്ങുവാണ്? അനിമൽസിനെയൊക്കെ കില്ല് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോട് ഇവർക്ക് യോജിപ്പ് തോന്നുന്നില്ല. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കാര്യം അവരുടെ ഒരു വരുമാന മാർഗം, കാറ്റിൽ റെയറിംഗ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ഒരു ജോലിയാണല്ലോ. ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആൾക്കാരിൽ എന്താണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതികൾ ആൾക്കാരിൽ വരാൻ വേണ്ടി തുടങ്ങി. സോ അവർ എന്തിന് എഗെയിൻസ്റ്റ് ആവാൻ തുടങ്ങി? ഈ ഒരു വർണ്ണ സിസ്റ്റം അതിലെ യാഗങ്ങൾ, അതിനൊക്കെ എഗെയിൻസ്റ്റ് ആവാൻ വേണ്ടി ആൾക്കാർ തുടങ്ങി. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ വേദിക് പ്രാക്ടീസിനോട് വലിയൊരു ഈ റിച്വൽസ് ആൻഡ് അനിമൽ സാക്രിഫൈസ് ഒന്നും അവർക്ക് ഇഷ്ടമല്ലാതായി തുടങ്ങി. എന്താണ്? റിച്വൽസും അനിമൽ സാക്രിഫൈസും ഒന്നും ഇവർക്ക് താല്പര്യമില്ലാതായി തുടങ്ങി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ് അവിടെ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ഇവർ വേദിക് റിച്വൽസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ ഈ വർണ്ണ സിസ്റ്റം പഠിച്ചപ്പോൾ 4 വർണ്ണാസ് പഠിച്ചല്ല. ബ്രാഹ്മിൻസ്, വൈശ്യാസ്, ക്ഷത്രിയാസ്, ശൂദ്രാസ്. അപ്പം ഇത് 4 പഠിച്ചു. ബ്രാഹ്മിൻസ്, വൈശ്യാസ്, ക്ഷത്രിയാസ്, ശൂദ്രാസ്. ഇത് 4 പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ വൈശ്യാസിൻ്റെ ജോലി എന്തായിരുന്നു? വൈശ്യാസിൻ്റെ ജോലി നമ്മൾ പഠിച്ചു, അഗ്രികൾച്ചർ ആയിരുന്നു അല്ലേ. അഗ്രികൾച്ചർ. ഓക്കെ, അപ്പം വൈശ്യാസ് അഗ്രികൾച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ വൈശ്യാസിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. അഗ്രികൾച്ചറും ട്രേഡും ആണ്. സോ ഇവരെന്താവാൻ തുടങ്ങി? ദ വൈശ്യാസ് ഹു ഹാഡ് അക്വയർഡ് ബെറ്റർ മെറ്റീരിയൽ പ്രോഗ്രസ് ത്രൂ അഡ്വാൻസ്മെന്റ് ഇൻ ട്രേഡ് ഡിസൈഡ് എ സ്യൂട്ടബിൾ ഹയർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ, അത്യാവശ്യത്തിന് ഒരു ഉയർന്ന സ്റ്റാറ്റസ് ആർക്കുണ്ടായിരുന്നു? വൈശ്യാസിന് ഉണ്ടായിരുന്നു. During this period, some classes emerged outside the existing Varna system. The important group among these was the rich Gahapadis. Okay, അപ്പോൾ നമ്മൾ ഇത് 4 കൂടാതെ ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് എമർജ് ചെയ്യുകയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഗഹപതീസ്. സോ ഈ 4 വർണ്ണ സിസ്റ്റത്തിലുള്ള ഈ 4 ആൾക്കാർ കൂടാതെ എമർജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗഹപതീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ വെർ എൻഗേജ് ഇൻ ട്രേഡ് ആൻഡ് ഓൺഡ് ലാൻഡ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ട്രേഡിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇവർക്ക് ലാൻഡ് ഓൺ ചെയ്യുന്നുണ്ട്, ഓൺ ലാൻഡ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നോക്കണം. പിന്നെ ഫിനാൻഷ്യലി അവർ ഹയർ പൊസിഷനിലുമാണ്. ഫിനാൻഷ്യലി അവർ ഹൈ പൊസിഷനിലുമാണ്. അപ്പോൾ ഒരുവിധം നല്ല സ്റ്റാറ്റസ് കാണുമല്ലോ. ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ളവർക്ക് എന്തായിരിക്കും? കുറച്ചുകൂടെ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. It was under this social background and that new ideological concepts were formulated. Among these, ഇനി നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് വേറെ എക്സ്ട്രാ പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ്. എന്താണ്? ജൈനിസം, ബുദ്ധിസം. അത് അടുത്ത ടോപ്പിക്കാണ്. ജൈനിസം ആൻഡ് ബുദ്ധിസം നമുക്ക് പഠിക്കാനുണ്ട് ഈ 2 ടോപ്പിക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെ ഈ വൈശ്യാസും ഗഹപതീസും ഒക്കെ ഈ ഐഡിയാസ്, അതായത് ഈ റിച്വൽസിനും അനിമൽ സാക്രിഫൈസിനും എഗെയിൻസ്റ്റ് ആയിട്ട് ആൾക്കാർ ചിന്തിക്കുമല്ലോ. ആ ഗ്യാങ്ങിൽ, ആ കൂട്ടത്തിൽ ആര് പെടുന്നുണ്ട്? ഈ വൈശ്യാസും പെടുന്നുണ്ട്, ഗഹപതീസും പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 കൂട്ടരും ഇതിനെതിരെ അവരുടെ ഐഡിയാസ് മാറാൻ തുടങ്ങി. അതായത് ഈ ഒരു പണ്ടത്തെ ഇങ്ങനത്തെ ഒരു ബിലീഫിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാതെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ജൈനിസം. ഓക്കെ, ജൈനിസത്തിൽ ഫസ്റ്റ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് വർദ്ധമാന മഹാവീര. ഓക്കെ, വർദ്ധമാന മഹാവീര എന്ന് പറയുന്ന ആരായിരുന്നു? അദ്ദേഹം 24th
തീർത്ഥങ്കരനായിരുന്നു. 24th തീർത്ഥങ്കരൻ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമേ, പോയിന്റ്സ് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നെക്സ്റ്റ് വൺ, എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം? വൈശാലി. എവിടെയാണ്? വൈശാലി എവിടെയാണ്? ബീഹാർ. ഓക്കെ. ഇദ്ദേഹത്തിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ജിന. ഹി ഈസ് ഓൾസോ നോൺ ആസ് ജിന. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, അദ്ദേഹത്തിൻ്റെ നിർവാണ, അതായത് മരണം, നിർവാണ എവിടെയാണ് നടന്നത്? പ്ലേസ് എവിടെയാണ്? പാവ, നിയർ പാറ്റ്ന. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് വർദ്ധമാന മഹാവീരൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വർദ്ധമാന മഹാവീരനെ പറ്റിയിട്ട് 24th തീർത്ഥങ്കരനാണ്. തീർത്ഥങ്കര, ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. തീർത്ഥങ്കര എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ടീച്ചർ, ഒരു സ്പിരിച്വൽ ടീച്ചർ ഗൈഡ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഒരു എന്താണ്, നമുക്കൊരു റിലീജിയൻ എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു റിലീജിയനായിട്ട് നമുക്ക് എന്തിനെ പറയാം? ജൈനിസത്തിനെ പറയാം. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഏൻഷ്യൻ്റ് ആയിട്ട് എമർജ് ചെയ്ത ഒരു റിലീജിയനായിട്ട് നമുക്ക് ജൈനിസവും ബുദ്ധിസവും ഒക്കെ പറയാം. ആൾക്കാരുടെ തോട്ട്സും ആൾക്കാരുടെ ഐഡിയാസും ഒക്കെ ചേഞ്ച് വന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടായ കാലഘട്ടമാണത്. ഓക്കെ. അപ്പോൾ അതിൽ ഈ വർദ്ധമാന മഹാവീര 24 തീർത്ഥങ്കരനാണ് പഠിച്ചു. വൈശാലിയാണ് എമർജ് ചെയ്യുന്നത്. ജിനാണ് വർദ്ധമാന മഹാവീരൻ്റെ വേറൊരു പേര്. പിന്നെ നിർവാണ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മരിക്കുന്നത് എവിടെയാണ്? പാറ്റ്നയിലാണ്. അപ്പോൾ ഇത് കൂടാതെ ഒന്നാമത്തെ തീർത്ഥങ്കരനുണ്ട്, ഫസ്റ്റ് തീർത്ഥങ്കരൻ. ഫസ്റ്റ് തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് ഋഷഭനാഥൻ, ആദിനാഥ് എന്നും പറയും, ഋഷഭനാഥൻ. ഓക്കെ. അതുപോലെ 23rd തീർത്ഥങ്കരൻ പാർശ്വനാഥൻ. 24th ആണ് ആര്? വർദ്ധമാന മഹാവീരൻ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ലാംഗ്വേജാണ് മഹാവീര യൂസ് ചെയ്തത് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? ലാംഗ്വേജ് യൂസ്ഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് യൂസ്ഡ്, ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏത് ലാംഗ്വേജിലാണ്? പ്രാകൃത് ലാംഗ്വേജ്, PR ആണേ, പ്രാകൃത് ലാംഗ്വേജ്, പ്രാകൃത് ലാംഗ്വേജ്. ഇത്രയും മനസ്സിലാക്കി വെക്കണം. ഓക്കെ. അപ്പോൾ ഇനി പഠിക്കാനുള്ളത് ഇവരുടെ ഡോക്ട്രെയിൻ ആണ്. ഡോക്ട്രെയിൻ അല്ലെങ്കിൽ ഇവിടെ പ്രിൻസിപ്പിൾസ് കാണുമല്ലോ, ഒരു റിലീജിയൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ്, വിശ്വാസങ്ങളൊക്കെ കാണുമല്ലോ. അപ്പം ഡോക്ട്രെയിൻ 3 പഠിക്കാനുള്ള. ഒന്നാമത്തത്, ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഹാസ് ലൈഫ്. ഇപ്പൊ ഈ ലോകത്ത് എല്ലാത്തിനും എന്തുണ്ട്? ജീവനുണ്ട്. രണ്ടാമത്തെ, ഡു നോട്ട് ഹാം എനി ലിവിങ് ബീയിങ്. ജീവനുള്ള ഒന്നിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഹാം ചെയ്യാൻ പാടില്ല. മൂന്നാമത്തത്, ബർത്ത് ആൻഡ് റീബർത്ത്. അപ്പം ജനനം, പിന്നെ എന്താണ്? പുനർജന്മം. ഓക്കെ. ഇതെല്ലാം ആർ ഡിറ്റർമൈൻഡ് on the basis of karma. ഓക്കെ. കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ചെയ്തികൾ അനുസരിച്ചാണ് ബർത്തും റീബർത്തും ഒക്കെ ഉണ്ടാവുന്നത്. ഇതാണ് അവരുടെ പ്രിൻസിപ്പിൾസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി പഠിക്കാനുള്ളത് അടുത്ത പോയിന്റ് ഇതാണ്. വാട്ട് വർ ദ പ്രിൻസിപ്പിൾസ് പ്രപ്പോസ് ബൈ മഹാവീര ടു അറ്റൈൻ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഒരു മിനിറ്റ്. മോക്ഷ, നമുക്ക് മോക്ഷം കിട്ടണം അല്ലേ ജീവിതത്തിൽ, അതായത് സാൽവേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം? മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസിനെ ത്രിരത്നാസ് എന്നാണ് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണേ, ത്രിരത്നാസ്. ഓക്കെ. അപ്പോൾ മോക്ഷം കിട്ടാൻ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസിന് എന്തെന്നാണ് പറയുന്നത്? ത്രിരത്നാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 ആണത്.
3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ, 3 അല്ലേ? ഫസ്റ്റ് വൺ റൈറ്റ് ബിലീഫ്, റൈറ്റ്, അപ്പോൾ ശരിയായ വിശ്വാസം വേണം. രണ്ടാമത്തെ കാര്യം റൈറ്റ് നോളജ്, റൈറ്റ് നോളജ്, അറിവ് വേണം. തേർഡ് വൺ എന്താണ് വേണ്ടത്? റൈറ്റ് ആക്ഷൻ, റൈറ്റ് ആക്ഷൻ, പ്രവൃത്തി നല്ലതായിരിക്കണം, ശരിയായിരിക്കണം. അപ്പോൾ ഇതാണ് ത്രിരത്നാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് അക്കോർഡിംഗ് ടു ജൈനിസം മോങ്സ് ആൻഡ് നൺസ് വേർ സപ്പോസ് ടു ഒബ്സർവ് 5 vows. 5 vows ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ? മോങ്സും നൺസും. മോങ്സ് ആൻഡ് നൺസ് ഇതിൻ്റെ ഫോളോവേഴ്സ് ആണേ, മോങ്സും നൺസും. അപ്പോൾ അവരുടെ 5 vows ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡോണ്ട് കിൽ എനിത്തിങ്, ഒന്നിനെയും, ഒരു ജീവികളെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ജീവനെയും കിൽ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത് ഡോണ്ട് സ്റ്റീൽ, മോഷ്ടിക്കരുത്, ഡോണ്ട് സ്റ്റീൽ. മൂന്നാമത്തത് ഡോണ്ട് ലൈ, കള്ളം പറയരുത്. നാലാമത്തത് ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി ഒന്നും ഓൺ ചെയ്ത് വെക്കരുത്. ഫിഫ്ത്ത് പോയിന്റ് എന്താണ്? പ്രാക്ടീസ് സെലിബസി. സെലിബസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? സ്പിരിച്വൽ പാത്തിലോട്ട് തന്നെ ജീവിക്കുക, അതായത് മാരേജും സെക്ഷൽ ആക്ടിവിറ്റീസും വേണ്ട. അപ്പോൾ നമ്മൾ കൂടുതൽ എങ്ങോട്ട് ഫോക്കസ് ചെയ്യണം? സ്പിരിച്വൽ ഫോക്കസ് വേണം, സ്പിരിച്വൽ ഫോക്കസ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ 2 സെക്ട് ഫോംഡ് ഇൻ ജൈനിസം? അപ്പോൾ ജൈനിസത്തിലെ സെക്റ്റുകളാണ്, ജൈനിസത്തിൻ്റെ 2 സെക്റ്റാണ്. സെക്റ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ശ്വേതാംബരാസ്, ശ്വേതാംബരാസ്. രണ്ടാമത്തെ സെക്റ്റ് ദിഗംബരാസ്. ഓക്കെ, ശ്വേതാംബരാസും ദിഗംബരാസും.